മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച 4 യുവാക്കൾക്ക് നാട്ടുകാർ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. മങ്കട തസ്കർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുദർശനത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുക്കുന്നത്. അതിനുശേഷം മലയിൽ ജുമാ മസ്ജിദിൽ സംസ്കാരം നടക്കും. ടി കെ അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഏറെ ദാരുണമായ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഇതിൽ 12 മണിയോടെ സംസ്കാരം നടക്കും. ഇപ്പോൾ ഇവിടെ വലിയ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനായി ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇവിടെ മങ്കടയിലുള്ള തസ്കർ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി നാട്ടുകാരും ഇവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അല്പം മുമ്പാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ എത്തിച്ചത്. എന്തായാലും വലിയ ജനക്കൂട്ടം ഇവിടെ 12 മണിയോടെ സംസ്കാരം നടക്കാനാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇവിടെ അടുത്ത് തന്നെ മലയിൽ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുന്നത്. അവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇവിടത്തെ എല്ലാവർക്കും പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഖബറടക്കം നടക്കുന്ന സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്നലെ സായാഹ്നത്തിൽ നാട് നടക്കിയ ഒരു വലിയ ദുരന്തമുണ്ടായത്. ഉല്ലാസത്തോടുകൂടി സായാഹ്നത്തിൽ കാറ്റ് കൊള്ളാനായി കുരുങ്ങൻചോല വ്യൂ പോയിന്റിൽ എത്തിയിരുന്ന യുവാക്കൾക്കാണ് ഇടിമിന്നലേറ്റത്. 7 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവിടെ അപകടം നടന്ന് ഏറെ നേരം കഴിഞ്ഞാണ് ശരി അരവിന്ദൻ, എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു അതിദാരുണമായ സംഭവം ഉണ്ടായത്. മലപ്പുറം മങ്കടയിലായിരുന്നു ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയായി. ഇപ്പോൾ പൊതുദർശനം അവിടെ നടക്കുകയാണ്. 12 മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ടി കെ അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.